ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നുള്ളതെന്ന് പറയുന്നത് ഷാർജ മെറിടൈം മ്യൂസിയത്തിലാണ് കേട്ടോ. ഇത് കണ്ടോ ഗായ്സ്, മുമ്പ് അറബ് കൺട്രീസിലുണ്ടായിരുന്ന ഫിഷിൻ്റെ റോക്സിൻ്റെയൊക്കെ ഫോസിൽസ് ആണ് കേട്ടോ ഗായ്സ്. ഇത് കണ്ടോ ഗായ്സ്, ഇതൊരു കുഞ്ഞ പേളാണ് കേട്ടോ ഗായ്സ്. നിങ്ങൾക്ക് ഈ ലെൻസിൽ കൂടെ നോക്കുമ്പോൾ നന്നായിട്ട് കാണാം കേട്ടോ ഗായ്സ്. ഗായ്സിൻ്റെ പേരെന്ന് പറയുന്നത് സീ മൂൺ എന്നാണ് കേട്ടോ ഗായ്സ്. പിന്നെ ഇത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പേൾ എന്നാണ് കേട്ടോ ഗായ്സ് അറിയപ്പെടുന്നത്. പിന്നെ ഇത് ഫൗണ്ട് ചെയ്തത് ഷാർജയിലാണ് കേട്ടോ ഗായ്സ്. പിന്നെ ഈ പേള് പണ്ട് കാലത്ത് ആൾക്കാർ ജ്വല്ലറീസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഷെല്ല് പണ്ട് 7000 ഇയേഴ്സ് എഗോ വേസ്റ്റിൻ്റെ ഇടയിൽ നിന്ന് കണ്ടെത്തിയ ഷെല്ലാണ് കേട്ടോ ഗൈസ്. ഇവിടുത്തെ ആൾക്കാർ മുമ്പ് കൂടുതലും സീ ഫുഡ്സ് ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഈ ജാറിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഇറാഖിൽ നിന്നാണ്. പ്രോഫറ്റ് മുഹമ്മദിൻ്റെ ബർത്തിന് മുമ്പ് അറബ് പീപ്പിൾസ് ഇൻ്റർനാഷണൽ ട്രേഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ ഒരു ഷെല്ലെന്ന് പറയുന്നത് 2000 ഇയേഴ്സ് എഗോ ഇൻഫാൻസിന് ഫീഡിംഗ് ബോട്ടിലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് ഇന്ത്യൻ എലിഫൻറ്റിൻ്റെ കൊമ്പിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ഐവറി കോമ്പും പിന്നെ ബഹ്റൈനിൽ നിർമ്മിച്ച പോട്ടും ആണിത്. ഗൈസിന് പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് പണ്ട് കാലത്ത് അവരുടെ ലൈഫ് സ്റ്റൈലും ഫിഷിങ് എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, അവർ യൂസ് ചെയ്ത ബോട്ട് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഗൈസ്. പിന്നെ അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന നെറ്റ്, ഫിഷിനെ ക്യാച്ച് ഇത് കൂടാതെ ഇന്റർനാഷണൽ ട്രേഡിന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബോട്ടും നമുക്കിവിടെ കാണാൻ കഴിയും. മറൈൻ ലൈഫ് ഫോക്കസ് ചെയ്യുന്ന ഒരു ആർക്കിയോളജിക്കൽ മ്യൂസിയം ആണിത്. പണ്ട് കാലത്ത് ട്രേഡിങ്ങിനും ഫിഷിങ്ങിനും യൂസ് ചെയ്തുകൊണ്ടിരുന്ന വുഡൻ ഷിപ്സിൻ്റെ മോഡൽ നമുക്കിവിടെ കാണാൻ കഴിയും. ഷാർജ എമിറേറ്റ്സിലെ മറൈൻ ലൈഫ് ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഈ മ്യൂസിയം കാണിച്ചു തരുന്നത്. ഗായ്സ്, ഇത് പേൾസിൻ്റെ ലൈഫ് സൈക്കിളാണ്. ചില പേൾസ് 2 ഇയേഴ്സ് കൊണ്ട് മെച്യൂർ ആവും, ചില പേൾസ് 5 ഇയേഴ്സ് കൊണ്ട് മെച്യൂർ ആവും. ഇത് കണ്ട റിയൽ മനുഷ്യരെ കണക്കുണ്ടല്ലേ ഗൈസ്. ഇത് കണ്ടോ, പണ്ടത്തെ കാലത്ത് പേൾസിൻ്റെ വെയിറ്റ് നോക്കാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വെയിങ് മെഷീനാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് പേൾസ് കൊണ്ട് ജ്വൽസ് ഉണ്ടാക്കുന്ന ടൈമിൽ അതിനെ പോയിന്റ് ചെയ്ത് ഒരു സ്ഥലത്ത് വെക്കാനോ അല്ലെങ്കിൽ അതിൽ ഹോൾ ഇടാനും ആയിട്ടും യൂസ് ചെയ്യുന്ന ഒരു കുറച്ച് ടൂൾസാണ് ഇത്. അങ്ങനെ പേൾസ് വെച്ച് അവരുണ്ടാക്കി അവിടെ കുറച്ച് മോഡൽസ് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഇത് പണ്ട് ഷിപ്പിൽ ഡയറക്ഷനൊക്കെ നോക്കാനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കോമ്പസ് ആണ് കേട്ടോ ഗൈസ്. ഇത്രയൊക്കെ തന്നെ ഈ മ്യൂസിയത്തിൽ കാണാനുള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു അക്വേറിയം ഉണ്ട്, നമുക്ക് അങ്ങോട്ട് കാണാൻ പോകാം കേട്ടോ ഗൈസ്. അതിനോടൊപ്പം തന്നെ അവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. നമ്മൾ പോയ ടൈമിൽ നല്ല ചൂടായിരുന്നു, അതുകൊണ്ട് നമ്മളവിടെ കയറിയില്ല ഗൈസ്. ഇതൊരു അണ്ടർഗ്രൗണ്ട് അക്വേറിയം ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളങ്ങോട്ട് പോകുന്ന പാസേജ് കുറച്ച് ഡാർക്കാണ്, എന്നാലും ആ അക്വേറിയം ഒക്കെ നല്ല ബ്രൈറ്റ് ആണ് കേട്ടോ ഗൈസ്. ഇവിടെ ഓരോ ഫിഷിനും അതിൻ്റെതായ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കടലിൽ ഫിഷ് ജീവിക്കുന്നത് അതേ സെയിം ഇതിലാണ് ഫിഷ് ഇവിടെയും ജീവിക്കുന്നത് കേട്ടോ ഗൈസ്. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് ഫ്രൈഡേ മാത്രം 4 PM മുതൽ 8 PM ആണ് കേട്ടോ ഗൈസ്. പിന്നെ സാറ്റർഡേ ടു തേഴ്സ്ഡേ എന്ന് പറയുന്നത് 8 AM to 8 PM ആണ് കേട്ടോ. ഇവിടെ കയറാൻ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 2 ഇയേഴ്സ് മുതൽ 12 ഇയേഴ്സ് 15 ദിർഹമാണ്. പിന്നെ 12 ഇയേഴ്സ് ആൻഡ് എബോവ് ആണെങ്കിൽ 25 ദിർഹമാണ് കേട്ടോ ഗൈസ്. അക്വാറ്റിക് ആനിമൽസിന് ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തായാലും ഈ ഒരു അക്വേറിയം ഇഷ്ടമാവും. ഇവിടെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള കുറേ ഫിഷ് ഉണ്ട്. റിയൽ മറൈൻ ലൈഫ് കാണണം എന്ന ആഗ്രഹമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസാണ് കേട്ടോ ഇത്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിൽ നിന്ന് അണ്ടർ വാട്ടർ ഇക്കോസിസ്റ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. പലതരത്തിലുള്ള ലെഗൂൺസും കോറൽസും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് 2008ലാണ്. ഇതൊരു എഡ്യൂക്കേഷണൽ ഹബ്ബും കൂടിയാണ്. ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. പ്രെയർ റൂം ഉണ്ട്, വീൽ ചെയർ ആക്സസ് ഉണ്ട്, പിന്നെ അതിനോടൊപ്പം തന്നെ ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്, പിന്നെ കഫേയും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഷാർജയിലുള്ളൊരു ഹിഡൻ ജെം എന്ന് തന്നെ പറയാം. ഏകദേശം ഇവിടെ 150 സ്പീഷീസിൽ കൂടുതൽ മറൈൻ ക്രീച്ചേഴ്സ് ഉണ്ട്. 2 ഫ്ലോറിലായിട്ടാണ് ഈ അക്വേറിയം ഉള്ളത് ഗൈസ്. അവിടെ സ്റ്റാർ ഫിഷ് ഉണ്ടായിരുന്നു, നമുക്ക് ആ സ്റ്റാർ ഫിഷിനെ ടച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞാൻ ഒന്ന് ടച്ച് ചെയ്ത് നോക്കി. അപ്പോൾ നമ്മൾ ലെതറിലൊക്കെ ടച്ച് ചെയ്യുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവൂലേ, അങ്ങനത്തെ ഫീലായിരുന്നു കേട്ടോ ഗൈസ്. ഈ ഒരു അക്വേറിയത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അണ്ടർ വാട്ടർ ടണലാണ് കേട്ടോ ഗൈസ്. നമ്മൾ ഈ അണ്ടർ വാട്ടർ ടണലിലൂടെ നടക്കുമ്പോൾ നമ്മുടെ ചുറ്റും ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഫിഷും ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ഫിഷൊക്കെ ആയിരിക്കും. അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഗൈസ്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്.
എൻ്റെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തൊരു ബെൽ ബട്ടൺ കാണും, നിങ്ങളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.